So finally, India World Cup പഠിച്ചിരിക്കുകയാണ്. First of all, congratulations to our team India and especially for Sanju Special Samson. Man, നിങ്ങൾ എന്താ പറയുക, കഴിഞ്ഞ ദിവസം രാത്രി ആ കളി കണ്ട് കിടന്നതിൻ്റെ ആ ഒരു രോമാഞ്ചിഫിക്കേഷൻ സാധനങ്ങളൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല. പിന്നെയും ഞാൻ രാവിലെ എണീറ്റിരുന്ന് ഇതിൻ്റെ ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ പിന്നെയും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം സഞ്ജു സാംസൺ ഇടയ്ക്കൊന്ന് മാച്ചസ് ഒന്നും വലിയ സ്കോർ ചെയ്യാതിരുന്ന ടൈമിൽ മലയാളികൾ ഉൾപ്പെടെ സഞ്ജു സാംസണെ കല്ലെറിഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർക്കെല്ലാം ഉള്ള ഒരേ ഒരു ഉത്തരമാണ് ഈ ഒരു വേൾഡ് കപ്പിലൂടെ തന്നിട്ടുള്ളത്. ഇതൊന്ന് ആലോചിച്ചു, ഒരു മലയാളി, നമ്മുടെ ഇതിനു മുമ്പ് പല മലയാളികളും ഇന്ത്യൻ ടീമിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ശ്രീശാന്ത്, പുള്ളി വേൾഡ് കപ്പ് വിന്നർ ആയിട്ടുള്ള ചാമ്പ്യൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എങ്കിൽ പോലും അത് ഒരു ഫാസ്റ്റ് ബോളർ ആയിരുന്നു. ഒരു ബാറ്റ്സ്മാൻ ആയിട്ട് ഇതുപോലെ ടീമിന് കളിക്കുക, അതിലൊരു മുൻനിരയിൽ തന്നെ നിന്ന് ടീമിന്റെ ഒരു നട്ടല്ലായിട്ട് മാറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊരു സാധനം തന്നെയാണ് ഒരു മലയാളിനെ സംബന്ധിച്ചിടത്തോളം. കാര്യം ഈ നോർത്ത് സൗത്ത് ഇതിനകത്തുള്ള പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഒരു മലയാളി ഇന്ത്യൻ ടീമിനെ വേൾഡ് കപ്പിൽ ഒരു നട്ടല്ലായിട്ട് മാറിക്കൊണ്ട് മാൻ ഓഫ് ദ മാച്ച് ആകുന്നു. എഗെയിൻ അടുത്ത മാച്ചിൽ മാൻ ഓഫ് ദ മാച്ച് ആകുന്നു. നേരെ ഫൈനലി വന്നിട്ട് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് ക്രൂഷ്യൽ മാച്ചിൽ സഞ്ജു സാംസൺ എന്നൊരു ഒറ്റ പേരിൽ ടീം വിജയിച്ച് അങ്ങനെ മാറാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പറഞ്ഞില്ലേ, ഇതൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു സംഭവമാണ്. അതൊരു വേറെ ലെവലിൽ ഫീൽ ഉള്ള ഒരു സാധനമാണ്. അങ്ങനെയുള്ളപ്പം സഞ്ജു സാംസൺ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു മനുഷ്യനോടുള്ള ഒരു വിശ്വാസം കൊടുക്കാതെ കുറെ ആൾക്കാർ കല്ലനുണ്ട്. ഇപ്പം ചില അവന്മാര് വന്നിട്ട് ആരാണ് സഞ്ജു സാംസൺ എന്ന് ചോദിച്ചിട്ട് വന്നിരിക്കുന്ന ചെകുത്താനെ പോലുള്ള കുറെ കുഞ്ഞുമക്കൾ ഉണ്ടായിരുന്നു. കാണടാ, ഇതാണ് സഞ്ജു സാംസൺ, മനസ്സിലായില്ലേ? അത്രേ പറയാനുള്ളൂ. പിന്നെ ഇതിനകത്ത് എത്ര പേര് ഇത് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് കാര്യങ്ങൾ എനിക്കിതിനകത്ത് പറയണമെന്ന് തോന്നി. സ്പെഷ്യലി എടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇതുപോലെ ഇത്രയും കിടിലായിട്ട് പുള്ളടിക്കുന്ന വേറൊരു പ്ലെയർ ഇല്ല. അല്ലെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് ശേഷം എന്നുള്ളതല്ല, രോഹിത് ശർമ്മ വേറെ, സഞ്ജു സാംസൺ വേറെ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ കമ്പാരിസൺ നടത്താൻ പറ്റില്ല. ഇപ്പം ആരെ വെച്ചാണ് കമ്പാരിസൺ നടത്തുക? ഇപ്പം ഹാഫ് MS ധോണി, ഹാഫ് വിരാട് കോഹ്ലി, ഹാഫ് രോഹിത് ശർമ്മ, ഹാഫ് സേവാഗ്, അങ്ങനെ ആരെയൊക്കെ വെച്ച് പറയേണ്ടത്? ഇത് സ്പെഷ്യൽ സഞ്ജു സാംസൺ ആണ്, അല്ലെ? സഞ്ജു സാംസണിന് ശേഷം എന്നേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ആ ലെവലിലോട്ട് പുള്ളി മാറിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞു വന്നത്, കഴിഞ്ഞ ദിവസം ഫെർഗൂസൺ എറിഞ്ഞ ഒരു ഷോർട്ട് ബോളിൽ അടിച്ചൊരു പുള്ളുണ്ടേ, എടി എന്നെ അടി അടിച്ചത്. ഇത് നമ്മൾ ആ ഒരു പുള്ളിയുടെ ഒരു ഓവറുടെ ഇടയ്ക്ക് ഇതൊന്നും വലിയിട്ട് ശ്രദ്ധിക്കുന്ന, ഐ മീൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. കാര്യം ഫ്രണ്ടിൽ നിന്ന് എടുത്തൊരു പുള്ളെടുത്ത് അടിക്കുക. അതും ഫെർഗൂസണൊക്കെ 100-150 എറിയുന്ന ബോളറാണ്. മുമ്പൊരിക്കെ രോഹിത് ശർമ്മ ഇത്തരത്തില് ഒരു പുള്ളടി കണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ട്. അതുപോലൊരു സാധനം കഴിഞ്ഞ ദിവസം ഫെർഗൂസൺ അടിച്ചു. അതും ഫ്രണ്ടിൽ നിന്ന് എടുത്ത് അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മാൻ, വേറെ ലെവൽ സാധനം. അത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് സാധനം ഫ്രണ്ടിൽ നിന്ന് എടുത്ത് അടിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വേറെ ലെവല്. പിന്നെ അണ്ടർറേറ്റഡ് ആയിട്ട് ഇതിന്റെ ഇടയിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ശിവൻ ദൂബെ. കിടിലമായിട്ട് തന്നെ അവസാന സമയങ്ങളിൽ വന്നിട്ട് കുറച്ച് ബോൾസിൽ കൂടുതൽ റൺസ് അടിച്ചിട്ട് അത് വലിയ രീതിയിൽ തന്നെ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബുംറ, അയ്യോ, ലെജൻഡ് ഇടയിൽ. ബാറ്റിംഗ് സൈഡിൽ ഇതിനെ ഭയങ്കരമായിട്ട് സഞ്ജു സാംസൺ ലീഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ബോളിംഗ് സൈഡിൽ ലീഡ് ചെയ്തിരിക്കുന്ന ഒരേ ഒരു വ്യക്തി അത് ബുംറയാണ്. പിന്നെ ഞാൻ ഇപ്പോഴും ആ ഒരു ഇതാണ് എക്സ്ട്രാ ഓർഡിനറി ഫീലിംഗിലാണ്. കാര്യം ഒരു മലയാളി അവിടെ ഇത്രയും ബാറ്റിംഗ് ഓപ്ഷൻസ് ഉള്ളപ്പോൾ പോലും ഇവരാരും ചെയ്യാത്തൊരു സാധനം സഞ്ജു സാംസൺ വന്ന് കളി അടിച്ച് ജയിപ്പിച്ച് ക്വാർട്ടർ തൊട്ട് സെമി, അതിനുശേഷം ഫൈനലിൽ വന്നിട്ട്. ആൻഡ് അഭിഷേക് ശർമ്മയുടെ നോക്കിനെ ഒന്നും ഞാൻ കുറച്ച് കാണുന്ന കാര്യങ്ങൾ, കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ നമുക്കവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ തന്നെ ആയിരിക്കുമല്ലോ. ഒപ്പം തന്നെ പറയാൻ വിട്ടുപോയൊരു സാധനം എന്ന് വെച്ചാൽ, ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറേഴ്സിൽ 3rd പൊസിഷനിലാണ് സഞ്ജു സാംസൺ നിൽക്കുന്നത്. അത് എത്ര മാച്ച് കളിച്ചിട്ടാണ്? ബാക്കിയുള്ളവന്മാരൊക്കെ കുറെ മാച്ചസ് കളിച്ചിട്ടാണ് മൺഡേ കയറി നിൽക്കുന്നത്. ഇത് 3rd പൊസിഷൻ വന്നത് വെറും കുറച്ച് മാച്ചസ് കളിച്ചിട്ട്. അപ്പോൾ ബാക്കിയുള്ള മാച്ചസ് കൂടെ കളിപ്പിച്ചിരുന്നെങ്കിലോ? ഇവിടെ ബെഞ്ചിലിരുത്തിയവരെ കൊണ്ട് നെഞ്ചിലേറ്റിയ ഒരേ ഒരുത്തൻ, അതാണ് സഞ്ജു സ്പെഷ്യൽ സാംസൺ. ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം. എന്നത്തല്ല നോക്കൌട്ട് മാച്ചിനാലെ 80-90 தானா? നമ്മ വഴി തനി വഴി. അതാണ്, ഒറ്റയ്ക്ക് വന്നവനാടാ. ഫീലെന്ന് പറഞ്ഞാണ്ടല്ലേ. പിന്നെ ന്യൂസിലൻഡിന്റെ കാര്യത്തിൽ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. പാവടി, അവരുടെ എല്ലാം മുഖമൊക്കെ കണ്ടിട്ടാണെങ്കിലും. പിന്നെ ജെന്റിൽമാൻ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് ആ ഒരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ പറയാ, നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് ഓക്കെ, ഇവർക്ക് കിട്ടിയാലും കൊള്ളാം, ഇവർക്ക് കിട്ടിയാലും കൊള്ളാം, അങ്ങനെ ഒരു തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള രണ്ട് ടീമായിരുന്നു. ഇന്ത്യ തന്നെ നമുക്ക് സ്പെഷ്യൽ ആയിരിക്കുമല്ലോ എപ്പോഴും. This is exactly what I wanted to achieve, and by God's grace, I think today things have turned around. I think right after the New Zealand series, I was broke. I was completely out of my mind. I was like, okay, my dreams have shattered. Okay, what else can I do? But God had different plans. I think I suddenly came back into the crucial games and I did what I could for my country. So I think I'm very proud and very happy that I was courageous enough to dream about it.
and actually things have turned up so nicely for me. So very grateful. Players in the former Indian team have really reached out to me and they tried to help me out. But I think from last couple of months, I think I hope I can share it here. I think I have been in constant touch with Sachin sir. I think Sachin Tendulkar sir. I think when I was sitting outside in Australia, I was not playing a game, so I thought about, okay, what is the mindset required of now? So I reached out to sir and I had huge, big conversations with him. And right yesterday also he called me up to check how am I feeling. So I think getting a guidance from someone like him, what more can I ask for? I think that clarity, that game preparation, that game awareness, that game sense, I think I'm very grateful for everyone who supported me. And this takes you forward now. Are there more things that Sanju Samson wants to achieve finally? Yeah, sir, I think but this itself is very big for me. I need to enjoy it right now, and then I think after a few അടുത്ത രോമാഞ്ചിഫിക്കേഷൻ സാധനമാണ്. കാര്യം പണ്ട് ഇതുപോലെ മുമ്പ് സഞ്ജു ചേട്ടൻ ഇതുപോലെ IPL ഒക്കെ കളിച്ചിട്ട് വന്നൊരു ടൈമിൽ ഇതുപോലെ സച്ചിൻ ലെജൻഡറി നമ്മുടെ ഗോഡ് ഓഫ് ക്രിക്കറ്റ് സച്ചിനുമായിട്ട് ഇത്തരത്തിൽ സംസാരിച്ച് ഇതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് മീഡിയയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ. അതിനുശേഷം ഇപ്പം അവരുടെ ബന്ധം വളർന്ന് ഒരു ഫോൺ കോളിനപ്പുറത്തേക്ക് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു ഗാർഡിയനെ പോലെ വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുക്കും മേലെയുള്ളൊരു സാധനം. ഇനി ഇതിനകത്ത് വിരാട് കോഹ്ലി കൺഗ്രാജുലേറ്റ് ചെയ്തൊരു സ്റ്റോറി ഉണ്ടായത്. പിന്നെ ലിവർപൂള് ഇത് സഞ്ജു ചേട്ടാന്നും പറഞ്ഞുകൊണ്ട് ലിവർപൂൾ FC ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോർ ഫോർ ഇന്ത്യ ഇൻ T20 വേൾഡ് കപ്പിൽ ടോപ്പ് 1 കിടക്കുന്നത് നമ്മുടെ സുരേഷ് റൈനയാണ്, 101 റൺസ്. തൊട്ട് 2ാം സ്ഥാനത്ത് കിടക്കുന്ന ആള് ദ വൺ ആൻഡ് ഓൺലി സഞ്ജു സാംസൺ, 50 ബോളിൽ 97 റൺസ് നോട്ട് ഔട്ട് അടിച്ചേക്കുന്ന നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. അതിൻ്റെ തൊട്ട് താഴെ രോഹിത്, വിരാട്, സൂര്യകുമാർ, രോഹിത്, വിരാട് ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാവർക്കും മണ്ടയിൽ കയറിയിട്ട് സഞ്ജു സാംസൺ ഇരിക്കണം. ഓക്കെ, ഇനി ഗൗതം ഗംഭീർ മുമ്പ് ഇട്ടിട്ടുള്ള ഇത് ട്വീറ്റ് ഉണ്ടായിരുന്നു, മുമ്പിട്ടിട്ടുള്ളതാണ്. സഞ്ജു സാംസൺ ഡസൻറ്റ് നീഡ് ടു ബി ദ നെക്സ്റ്റ് എനിവൺ, ഹി വിൽ ബി ദ സഞ്ജു സാംസൺ ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. സഞ്ജു സാംസൺ ഈസ് നോട്ട് ജസ്റ്റ് the best wicket keeper batsman in India but the best young batsman in India. ഇനിയും ഇത്രയൊക്കെ പറയുമ്പോഴും നമുക്ക് മറ്റ് 2-3 വീഡിയോസ് കൂടി കാണാൻ സുഹൃത്തുക്കളെ. संजू आ सकते हैं. कल भी हमने देखा काफी लंबा प्रैक्टिस सेशन जो है वो उनका रहा. काफी देर तक उन्होंने पेस वाले विकेट पर, स्पिन वाले विकेट पर भी काफी देर तक रहे. क्या हम आने वाले मैचेस में उनको देखेंगे खेलते हुए? मतलब आप बोल रहे हो मैं अभिषेक की जगह पे खिलाऊं उसको? नहीं, नंबर 3 मे बी. तो मतलब तिलक की जगह खिलाऊं? എന്നെ ടീമിൽ എടുക്കാത്തെന്ന് പറഞ്ഞ് നമ്മൾ ക്യാപ്റ്റന്റെ അടുത്ത് വഴക്ക് കൂട്ടിയിട്ടോ കോച്ചിന്റെ അടുത്ത് വഴക്ക് കൂട്ടിയിട്ടോ കാര്യമില്ല. സോ ഐ ഷുഡ് റീച്ച് എ സ്റ്റേറ്റ് വേർ ദേ ഷുഡ് സേ സഞ്ജു സാംസൺ ഇല്ലാതെ ഇറങ്ങാൻ പറ്റൂലാത്തുള്ള രീതിയിൽ ഞാൻ എത്തണം. Clears mid-on and finishes it off. Sanju Special Samson, 97 not out. ഈ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മാച്ചിൽ ഹെൽമെറ്റ് ഊരിയിട്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം അതിൻ്റെ പേരിൽ അടുത്ത വിവാദം എന്തോന്നടേ ഇത്? അവിടെ ഇത്രയും നാൾ പുറത്തിരുത്തി ലാസ്റ്റ് കളിക്കാൻ കൊണ്ടുവന്ന് പിന്നെ 11 കയറ്റിയിട്ട് പെർഫോം ചെയ്തിട്ട് ആ മനുഷ്യൻ പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിന്റെ പേരിൽ വിവാദം. നമുക്ക് അടുത്ത വീഡിയോ കൂടെ കാണാം. Legend like Rahul Dravid came and told me that I have a special talent and I can make it to that bigger stage. So it was nothing more like that. I really enjoyed that moment and I will have that moment till I die, I think. Yeah. While batting, we can never think that this is Mitchell Johnson coming or Lasith Malinga coming. It's just to bat them out of the ground anytime. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ന്യൂസിലൻഡിൻ്റെ ഒരു വീഡിയോ കൂടെ ICC ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുകൂടെ അത് നമുക്ക് ന്യൂസിലൻഡ് എടുത്ത് സങ്കടം തോന്നും. ഭയങ്കര റെസ്പെക്ട് അർഹിക്കുന്ന ടീം തന്നെയാണ് ന്യൂസിലൻഡ്. വി റെസ്പെക്ട് യു ന്യൂസിലൻഡ്. നിങ്ങൾ പൊളിയായിരുന്നു, നിങ്ങൾ അടിപൊളിയായിരുന്നു, നിങ്ങൾ നൈസായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം. ഇനി നമ്മുടെ സഞ്ജു സാംസൺ പണ്ട് JB TV ആ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന സമയത്ത് പറഞ്ഞേക്കുന്ന ഒരു സാധനമുണ്ട് മക്കളെ. അന്ന് പറഞ്ഞ സാധനമാണ്, ഇന്നത് നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് അതൊന്ന് കാണാം. സഞ്ജുട്ടന്റെ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇന്നേക്ക് 10 കൊല്ലം കഴിയുമ്പോ എന്റെ മനസ്സിലൊരു ചിത്രമുണ്ട് നിന്നെ കുറിച്ച്. നീ
എവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊരു ചോദ്യം. അച്ഛനിങ്ങനെ പിന്നെ അച്ഛൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ത്യൻ ടീമില് ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയായിരിക്കും ആ സമയത്ത്. മികച്ച ഒരു കളിക്കാരനായി സഞ്ജുവിന് ആൻഡ് ദ റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. ഞാൻ ഇനി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല, ഉള്ള കാര്യം പറയാനല്ല. ശെന്റെ പൊന്നെ, ഇനിയും എന്താണെങ്കിലും ഇനി നടക്കാൻ പോകുന്ന കാര്യം വെച്ചാൽ കൂടുതൽ മലയാളികൾക്ക് അവസരം കിട്ടുമായിരിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടുത്തെ പല ടാലൻസ് ഉണ്ട്. ഈ ഒരു പേര് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. വിഷ്ണു വിനോദ് പത്തനംതിട്ടക്കാരനാണ്, നമ്മുടെ തിരുവല്ലക്കാരനാണ്. വിഷ്ണു വിനോദ്, വിഷ്ണു ചേട്ടൻ കിടിലൻ പ്ലെയർ ആണ്. പലർക്കും നിങ്ങൾ എത്ര പേർക്ക് അറിയുന്നുള്ളത് അറിയത്തില്ല. പല IPL മാച്ചസിലും ഇതുപോലെ സ്കോഡിലുണ്ട്, പക്ഷേ 11 ഇറക്കുന്നില്ല. 11 ഇറക്കിയിരിക്കുന്ന സമയത്ത് പോലും ഇപ്പം സഞ്ജു സാംസന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പല എല്ലാ മാച്ചസിലൊന്നും പെർഫോം ചെയ്യാൻ പറ്റില്ലല്ലോ. ആകെ കിട്ടുന്ന 1-2 മാച്ചസ് ഒക്കെയാണ്, അതിനകത്ത് പെർഫോം ചെയ്യാൻ അവസരം കിട്ടുന്നില്ല. 1-2 അടി അടിക്കും, നേരെ തിരിച്ച് കയറി വരേണ്ടുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ടുള്ള അത്തരത്തിലുള്ള ചാൻസ് ഒന്നും പുള്ളിക്കും വലിയ രീതിയിൽ IPL കിട്ടിയിട്ടില്ല. അപ്പം ആ മനുഷ്യർ ഇതുപോലൊരു അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി വന്നു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു പേര് നമ്മൾ മലയാളികളെല്ലാം ഉറ്റുനോക്കാൻ പോകുന്നത് വിഷ്ണു വിനോദിൻ്റെ തന്നെ ആയിരിക്കും. ഈ പേര് നിങ്ങൾ ഓർത്ത് വെച്ചോ, അത്ര എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ KCAക്ക് ഒരുപാട് ഇനിയും നല്ല കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുമാർക്കെന്നുള്ളത് വിചാരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഡിസ്ട്രിക്ട് മാച്ചസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ മാത്രമല്ല ഒരു ടർഫ് വിക്കറ്റ് വേണ്ടത്. എസ്പെഷ്യലി ഫോർ പത്തനംതിട്ടയിൽ ഇവിടെ ഒരു ടർഫ് വിക്കറ്റ് ഇല്ല. മര്യാദ ഒരു ഗ്രൗണ്ട് പോലും പത്തനംതിട്ടയ്ക്ക് ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. ഇവിടെ ടർഫ് മാച്ച് കളിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കോട്ടയത്ത് പോകണം, അല്ലെങ്കിൽ ആലപ്പുഴയിൽ പോകണം. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇവിടെ ടർഫ് വിക്കറ്റ് ഉള്ള ഒരു ഗ്രൗണ്ട് ഇല്ല. ഇവിടെ മാറ്റ് ഇട്ട് എല്ലാ പ്ലേയേഴ്സും മാച്ച് കളിച്ചിട്ട് ടർഫിൽ പ്രാക്ടീസ് ചെയ്യാൻ പോലുള്ള ഒരു അവസരം ഇല്ലാന്നിട്ട് പിന്നെ ഡിസ്ട്രിക്റ്റിൽ പോയിട്ട് ഈ ടർഫിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? എവിടെയെങ്കിലും ടർഫ് കളിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ഇവിടുത്തെ പ്ലേയേഴ്സിന് ഒരുക്കി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ കൂടുതൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങളിലൂടെ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ഇത് പ്രതീക്ഷിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നുള്ളത്. എന്താണെങ്കിലും സഞ്ജു സാംസൺ മേടെ ഹിസ്റ്ററി എത്ര റെക്കോർഡ്സ് ആണ് ബ്രേക്ക് ചെയ്തത്, പുതിയ റെക്കോർഡുകൾ ഉണ്ടാക്കി. പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ രോമാഞ്ചം. എനിക്ക് പറയാൻ വാക്കുകളുണ്ട്. പിന്നെ എനിക്ക് പേരൻസിൻ്റെ അടുത്തൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുക മാത്രമല്ല, ഇവിടെ ഇപ്പുറത്ത് കലാകായികപരമായിട്ട് കുറേ സംഭവങ്ങളുണ്ട്, അതിലോട്ടൊക്കെ പിള്ളേരെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് വിടുക എന്നുള്ളതാണ്. ഇവിടെ സഞ്ജു സാംസൺ ഇന്നിവിടെ എത്തി നിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചേക്കുന്നത് സഞ്ജു സാംസണിൻ്റെ അച്ഛൻ തന്നെയാണ്. ആ ഒരു വ്യക്തി ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു മിഡിൽ ക്ലാസ് ബോയാണ്, അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ഫാമിലിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പാഡ് വാങ്ങാനോ നല്ലൊരു ഷൂ വാങ്ങാനോ ബാറ്റ് വാങ്ങാനോ പോലും അവസരം, അതിനുള്ള പൈസ ഒന്നും ഇല്ലാണ്ട് പല സ്ഥലങ്ങളിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഗിയേഴ്സൊക്കെ യൂസ് ചെയ്യേണ്ടി വന്ന് മറ്റൊരു സ്ഥലത്ത് മാച്ച് കളിക്കാൻ പോകാനെ കൊണ്ട് ട്രാവലിന് കയ്യിൽ പൈസ ഇല്ലാഞ്ഞിട്ട് പോകാണ്ടിരിക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് നീ എന്താണ് ഇത്രയും ബുദ്ധിമുട്ടുള്ളപ്പോൾ കളിക്കാൻ പോകുന്നത്, നീ പഠിച്ച് ജോലി വാങ്ങാൻ നോക്കുന്നു പറയുന്നതിന് പകരം അവന് ടാലൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ അതിനെ നിങ്ങളൊന്ന് ഫ്യൂൽ ചെയ്ത് വിടുക, കയറി പൊക്കോളും. ഇത് എല്ലാ പേരൻസിൻ്റെ അടുത്തുമാണ് ഇത് എടുത്തു പറഞ്ഞത്. പല ആളുകളും അത് ആ ഒരു സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ ഇന്നും എങ്ങും എത്താതെ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇവിടുത്തെ ടിപ്പിക്കൽ മല്ലു ലൈഫ് കൊണ്ടുപോകേണ്ട അവസ്ഥയിൽ പോകുന്ന പല ആളുകളും ഉണ്ട്. സോ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അഗെയിൻ സഞ്ജു സാംസൺ, ഹാറ്റ്സ് ഓഫ് യു മാൻ.